ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ന്യൂ മോംസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഡെലിവറി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് ഞാൻ റെഫർ ചെയ്തത് കുറേ വീഡിയോസ് കണ്ടും അല്ലാണ്ട് കുറേ പേരോട് ചോദിച്ചും ഒക്കെ ചെയ്യണം. ഞാൻ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയും കാര്യങ്ങൾ ഈ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ കയറുന്ന ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് പ്രൊഡക്ട്സ് വന്നിട്ട് നമ്മുടെ ഡ്രൈ ഷീറ്റ്സാണ്. ബേബീസ് എപ്പോഴും യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ ഷീറ്റ്സ്. ഈ കാണുന്ന പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 202 രൂപയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് 188 രൂപയുള്ളൂ. 3 കോംബോ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 3 തികയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ 3 കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ന്യൂ മോംസിന്. നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഇവരിടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നനയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ സ്വാഡിൽ എന്ന് പറയും, അതായത് ബേബി ടർക്കി. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ പ്രൊഡക്റ്റ് ബേബിക്ക് ഇപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. കാര്യം അത് ഇച്ചിരി വലുതായിരുന്നു. ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അതായത് നല്ല മഴ ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്ത് അവരുടെ ആ വയറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചൂടുണ്ടാവുമല്ലോ, അത് അവർ ഭൂമിയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ടവലിൽ അവരെ പൊതിഞ്ഞ് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കംഫർട്ടായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 384 രൂപയാണ് കേട്ടോ. 384 രൂപ. ഭയങ്കര യൂസ്ഫുള്ളാണത്. ഹോസ്പിറ്റൽ ബാഗിൽ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന പ്രൊഡക്റ്റാണ് മിറ്റൻസ്. അതായത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഇടുന്ന ബേബി സോപ്സ്. ഇതും ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഹോസ്പിറ്റലിൽ. അവരുടെ ആ ഒരു ടെമ്പറേച്ചർ അവർ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും പുറത്ത് വേറൊരു ക്ലൈമറ്റും കാര്യങ്ങളും, അപ്പോൾ അതുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊരു സാധനമാണ് ഈ മിറ്റൻസ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 214 രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അടുത്തത് ബേബി ജബ്ല. അതായത് ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് വൈറ്റ് നമ്മുടെ കെട്ടുടുപ്പുണ്ടല്ലോ, അതാണ് ഈ ജബ്ല എന്ന് പറയുന്നത്. വൈറ്റ് കെട്ടുടുപ്പാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഈ കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ഈ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സിന് പെട്ടെന്ന് കെട്ടൂരി വരും. ആ മോഡലായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ന്യൂ മോംസിൽ നമുക്ക് ഈ കെട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം ബട്ടൺസ് ഉള്ള ടൈപ്പാണ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അതും കളറായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 185 രൂപയാണ്. 5 സെറ്റ് ഉണ്ട്. 5 കളറിലുള്ള സെറ്റാണ് എൻ്റെ കൂടെ വേണ്ടത്. ജബ്ലയും അതിൻ്റെ പാൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ നമുക്ക് പറ്റുമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഈ ബേബീസ് പുറത്ത് വന്നു കഴിയുമ്പോൾ, അതായത് അവർ വയറ്റിലിരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ നഖവും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മളത് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ കടിച്ചെടുക്കുക. പക്ഷെ നമ്മളങ്ങനെ കടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനും ആദ്യം കടിച്ച് തന്നെ എടുത്തോണ്ടിരുന്നത്. പക്ഷെ അത് പിന്നെ എനിക്ക് തോന്നി അത് ശരിയാവില്ല. കാരണം നമ്മുടെ വായിൽ കുറേ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇൻഫെക്ഷൻ അവർക്കാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ കാണുന്ന നെയിൽ ട്രിമ്മർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 223 റുപ്പീസാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് 1 വയസ്സ് വരെ അവരുടെ നഖം വെട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ്, അതായത് ഓരോ ടൈപ്പ് മെഷീൻസാണ് റൗണ്ടിൽ വന്നിട്ട്. ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 വയസ്സ് വരെ നമുക്കത് അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ബാറ്ററി ഇടുന്ന ടൈപ്പാണ് വേണ്ടത്. പിള്ളേർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അവർ വയറ്റിന് പുറത്ത് വന്നാൽ അവർ കൈയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ മുഖത്തൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയിൽ ട്രിമ്മർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ വാങ്ങാൻ വിട്ടുപോയ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ മസ്റ്റാർഡ് പില്ലോ. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. അതായത് ഈ മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹെഡിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ആ റൗണ്ട് ഷേപ്പ് ബാലൻസ് ചെയ്താൽ നിൽക്കും. ഞാൻ എൻ്റെ ബേബിക്ക് ഇത് വാങ്ങാൻ വിട്ടുപോയി. അതായത് ഞാൻ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഒരു റിങ് പോലത്തെ പില്ലോ ഉണ്ട്. ഈ ഹെഡ് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കിടക്കുമ്പോൾ യൂസ് ചെയ്യുമല്ലോ, അതുണ്ട്. അത് മതി എന്ന് ഓർത്തിട്ട് ഞാൻ വേറെ വാങ്ങിയില്ല. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ താഴോട്ട് ഇറങ്ങി വരിക കിടക്കുമ്പോൾ. ഈ സാധനം അവിടെ ഇരിക്കും. ഇത് വേണ്ടാത്തതുകൊണ്ട് അവൻ താഴോട്ട് ഇറങ്ങിപ്പോകും.
അതുകൊണ്ട് തന്നെ അതെനിക്ക് യൂസ്ഫുൾ ആയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ മസ്റ്റാർഡ് പില്ലോ, നമ്മുടെ ബേബീസിൻ്റെ ഹെഡിൻ്റെ പൊസിഷൻ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വേണമല്ലോ അവരുടെ ഹെഡ് എപ്പോഴും ഇരിക്കാൻ വേണ്ടി, ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല, എന്നിട്ട് ഹെഡ് ഇവിടെ പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മസ്റ്റാർഡ് പില്ലോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ പറ്റുമെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ആദ്യം മുതൽ ഞാൻ അത് വെച്ചിരുന്നെങ്കിൽ അവൻ അത് യൂസ് ചെയ്തേനെ. പക്ഷേ ഞാൻ ആദ്യം മുതലേ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവന് പില്ലോ വെച്ച് ഞാൻ ഉറങ്ങാൻ പറ്റില്ല. അതിന് ഭയങ്കര ഇറിറ്റേഷനാണ്. ആൾ പില്ലോയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 118 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തത് നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുക നോർമൽ ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യുക. പക്ഷേ നമുക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ കാണുന്ന ക്ലോത്ത് ഡയപ്പർ, അതായത് ഈ പ്രൊഡക്ട്സ്. ഇത് 5 എണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 398 രൂപയാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഡ്രൈ ഷീറ്റ്സ് വാങ്ങുക, അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മുടെ ഷീറ്റിലും കാര്യങ്ങളിലും ഒന്നും ഇതാവില്ല, ഈ യൂറിനാകില്ല, അങ്ങനെയുള്ള ഇതൊന്നും പെട്ടെന്ന് ബെഡ്ഷീറ്റിലേക്ക് ആകത്തില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡയപ്പേഴ്സാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് അഫോർഡബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ബേബിക്ക് റാഷസോ ഇച്ചിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, സേഫായിരിക്കും. ഓക്കെ, അടുത്തത് ഈ കാണുന്ന പ്രൊഡക്റ്റാണ് വെറ്റ് വൈപ്സ്. ഇത് ഹോസ്പിറ്റൽ ബാഗിൽ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ ആൾക്കാർ ഈ വെള്ളം മുക്കി പിന്നാണ് തുടയ്ക്കാറ്, മേല് തുടയ്ക്കാനും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂറിൻ പാസ് ചെയ്തതിനൊക്കെ നമ്മൾ തുടച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുണ്ടാകുക. അതിന് പകരമാണ് നമ്മൾ ഈ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. ലവ് ലാപ്പിൻ്റെ വെറ്റ് വൈപ്സാണ് ഈ യൂസ് ചെയ്തത്. 338 രൂപയാണ് ഈ പ്രൊഡക്റ്റിന് വന്നിട്ട്. ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ട് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യാം. 1, 2, 3 നമ്മൾ വെച്ചിരിക്കുക സേഫായിട്ട്. ഒരു പ്രശ്നമില്ല, ബേബീസിന് റാഷസോ ഇച്ചിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ലവ് ലാപ്പിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മീമിയുടെ വെറ്റ് വൈപ്സും ഭയങ്കര നല്ലതാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ് ബേബീസിന്. പ്രത്യേകിച്ച് റാഷസ് വെച്ചിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മീമിയുടെ വെറ്റ് വൈപ്സ് നല്ലതാണ്. മീമിയുടെ വെറ്റ് വൈപ്സ് ഇത് കാണുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 248 റുപ്പീസാണ്. 3 എണ്ണം കോംബോ ഓഫറാണ്. ഓക്കെ, അടുത്തത് ഈ കാണുന്ന പ്രൊഡക്റ്റ്. ഇതിൽ ക്യാരി ബാഗും ഒരു നെറ്റ് ബെഡും പിന്നീട് ഒരു റൗണ്ട് ടബ് ബെഡുമാണ് ഉണ്ടാവുക. ഇതിൽ ക്യാരി ബാഗ് ഹോസ്പിറ്റലിൽ മസ്റ്റായിട്ട് എടുക്കുക. കാര്യം നമ്മൾ ബേബീസിന് ഹോസ്പിറ്റലിൽ നമ്മൾ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മാറി എടുത്തെന്ന് വരും. അപ്പോൾ അവർക്ക് മേലുവേദനയും കാര്യങ്ങളും അല്ലെങ്കിൽ കൈമാറി ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഈ ക്യാരി ബാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് ബേബീസിന്. ബിക്കോസ് അവർക്ക് കംഫർട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കാം. ആരെടുത്താലും ഒന്നും അവർക്ക് അറിയാനും സാധിക്കില്ല, അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് കയ്യിലെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. അവർക്ക് മേലുവേദന വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് പ്രൊഡക്റ്റാണ് ഈ ക്യാരി ബാഗ്. രണ്ടാമത്തത് നെറ്റ് ബെഡും ഞാൻ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കൊതുക് കാര്യങ്ങളൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ബെഡ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് റൗണ്ട് ടബ്. ഈ കാണുന്ന റൗണ്ട് ടബ് ബെഡാണ്. ഇത് തേജുവിനെ ഉപയോഗിച്ചിട്ടേയില്ല. ഒരു തവണ അവനെ ഞാൻ ഇതിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു, 1, 2 തവണ ഞാൻ അതിൽ കിടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് കിടന്ന് ഉറങ്ങാനും പറ്റില്ല, കിടക്കുകയുമില്ല. ഇത് യൂസ് ചെയ്യേണ്ട വന്നിട്ടേയില്ല, എനിക്ക് അവനതിൽ കിടക്കത്തേയില്ല. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ബേബീസിന് രാത്രി കിടക്കുമ്പോഴൊക്കെ ബെഡിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ കിടക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഈ ബെഡ് വേസ്റ്റിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ വീഴും, അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ തേജു ഇതിൽ കിടന്നിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ആ സാധനം പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ ബേബി ബെഡും ക്യാരി ബാഗ് മാത്രം നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1235 രൂപയാണ്. ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട അടുത്ത പ്രൊഡക്റ്റാണ് റോംബർ. ഞാൻ 3 എണ്ണത്തിൻ്റെ കോംബോ ഓഫറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ കാണുന്ന പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കളറ് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിലും പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേബിക്ക്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 384 രൂപയാണ്. ഹോസ്പിറ്റലിൽ കൂടുതലും ഞാൻ റോംബറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇവരുടെ ടെമ്പറേച്ചർ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മിറ്റൻസ് ഇടുന്ന പോലെ തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റാണ് ഈ റോംബർ. അത്യാവശ്യം കുറേ നാളത്തേക്ക് നമുക്ക് ഈ റോംബർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂ ബോൺ ഹൂഡഡ് ബേബി ടവൽസാണ്. ഈ കാണുന്ന പ്രൊഡക്റ്റാണ് അത്. ഇത് 2 എണ്ണത്തിൻ്റെ കോംബോ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റേറ്റ് വന്നിട്ട് 262 രൂപയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട്.
ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോഴും ഇതിനത് യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടൺ ടൈപ്പാണ് ഈ ടവൽ. മറ്റേത് സ്വാഡിൽസ് ആണ്, പഞ്ഞി ടൈപ്പാണ്. പക്ഷേ ഇത് വന്നിട്ട് കോട്ടൺ ടൈപ്പാണ്. ഭയങ്കര യൂസ്ഫുൾ. അടുത്തത് വന്നിട്ട് നമ്മുടെ മോംസിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം. നമ്മൾ ഈ എന്താ പറയുക, നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ബട്ടണുള്ള ടൈപ്പോ അല്ലെങ്കിൽ ഹുക്കുള്ള ടൈപ്പോ ഒക്കെയാണ്, നമ്മൾ സിബുള്ള ടൈപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് പകരം സിബ്ലെസ് സ്ട്രോക്ക്, അതായത് ഈ കാണുന്ന 2 പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റാണ്. ഇതിൽ സിബോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതായത് ഇങ്ങനൊരു കവേർഡ് ലെയറാണ്. ഉള്ളിലൊരു ടോപ്പിംഗ് സാധാ, അതുപോലെ തന്നെ ഉള്ളിൽ ടോപ്പിൻ്റെ സാധാ ടോപ്പും ഇതിൻ്റെ മേളിലൊരു കവറിങ്ങുമാണ്. നമുക്ക് സുഖമായിട്ട് ആ കവറിങ് ഇതാക്കി ടോപ്പൊക്കെ ഫീഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് ഹോസ്പിറ്റലിൽ ന്യൂ മോംസിന് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 460 രൂപയാണ്. മീഷോയിൽ വന്നിട്ട് ഒരെണ്ണം 460 രൂപയാണ്. രണ്ടെണ്ണത്തിനാകുമ്പോൾ 920 രൂപ. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. സത്യമായിട്ടും നല്ല ബെറ്റർ, ഭയങ്കര കംഫർട്ടായിരിക്കും നമുക്ക്. ഒന്നാമത് നമുക്ക് സ്റ്റിച്ചും പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഇങ്ങനെ ഒരയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടുത്തത് വന്നിട്ട് മെറ്റേണിറ്റി പാൻറ്റീസാണ്. എവറിവിൻ്റെ ഈ പാൻറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു പാക്കറ്റിൽ വന്നിട്ട് 10 എണ്ണമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് റേറ്റ് വന്നിട്ട് 336 രൂപയാണ്. നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ്. ഓക്കെ, അടുത്തത് ബ്രസ്റ്റ് പാഡ്സാണ്. ഈ കാണുന്ന ലൗലാപ്പിൻ്റെ ഡിസ്പോസിബിൾ പാഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 148 രൂപയാണ്. ഒരു പാക്കറ്റിൽ വന്നിട്ട് 24 പാഡ്സാണ് ഉള്ളത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡയപ്പറാണ്. അടുത്തത് ബേബി ഡയപ്പേഴ്സ്. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാമ്പേഴ്സിൻ്റെ ആക്റ്റീവ് ബേബി, അതായത് ഈ കാണുന്ന പ്രൊഡക്റ്റ് ആക്റ്റീവ് ബേബി പ്രീമിയം ടേപ്പഡ് പാമ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരെണ്ണത്തിൽ തന്നെ 22 എണ്ണം വരുന്നുണ്ട്. അതായത് 9 പാക്കിൻ്റെയും ഉണ്ട്. 99 രൂപയാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റൽ ഐറ്റിങ്. ഇത് 22 എണ്ണത്തിന് റേറ്റ് വന്നിട്ട് 278 രൂപയാണ്. ഇതാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെഡി ബാറിൻ്റെ ടേപ്പഡ് ആയിട്ടുള്ളതാണ്, ന്യൂ ബോൺ ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും 99 റുപ്പീസാണ് തോന്നുന്നു. പാക്കിൽ 9 എണ്ണം ഉണ്ടാവും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഇച്ചിരി റാഷസ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ഫുള്ളാണ് പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ടെഡി ബാറിൻ്റെ ഡയപ്പർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇവനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമ്പേഴ്സ് പ്രീമിയം കെയറിൻ്റെ ഈ കാണുന്ന പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് എസ് സൈസാണ്. ഒരു പാക്കറ്റിൽ 70 എണ്ണം തന്നെ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 1400 സംതിങ് ആണ് പുറത്തുള്ളത്. മീഷോയിൽ വന്നിട്ട് 778 രൂപയുള്ളൂ. അതാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. അതും അവന് യൂസ് ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. നല്ല കവറേജും ഉണ്ട്. കാര്യങ്ങൾ ലീക്കേജ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്തത് നമ്മുടെ, അതായത് ഞാൻ വിട്ടുപോയ മസ്റ്റായിട്ട് ന്യൂ മോംസിന്, അതായത് പുതിയ മോംസിന് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ കാണുന്ന ഫീഡിങ് പില്ല്. ഞാൻ ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ അത് വിട്ടുപോയി വാങ്ങിക്കാൻ വേണ്ടി. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ഇവന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതായത് ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മളിവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് മോമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇവരെങ്ങനെയാണ്. അതായത് പിടിക്കേണ്ട ഒരു പൊസിഷനുണ്ട്, തല ഇവിടെ കൈ ഇവിടെ, അങ്ങനെ ഒരു പൊസിഷനുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അങ്ങനെയുള്ള മോംസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റാണ് ഈ കാണുന്ന ഫീഡിങ് പില്ലോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 405 രൂപയാണ് റേറ്റ് വന്നിട്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഹോസ്പിറ്റൽ ബാഗിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എനിക്ക് 2 പില്ലോയാണ് ഇതിന് പകരം വെക്കേണ്ട വന്നത്. പക്ഷേ ഇത് ഹോസ്പിറ്റൽ ബാഗിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ട് ഈ ഫീഡിങ് പില്ലോ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ്. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ കുറേ കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണ്ടത് വിട്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ന്യൂ മോംസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കയറുന്ന ചെക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.